2024 ഫെബ്രുവരി മാസത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ ഭാഗ്യ നക്ഷത്രജാതകർക്ക് ലോട്ടറി അടിക്കും. ധർമ്മദൈവത്തെ ഈ നക്ഷത്രജാതകർ പ്രാർത്ഥിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് സംശയമുണ്ടാകും, ആരാണ് ധർമ്മദേവത? ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ കുലദൈവത്തെ അറിഞ്ഞിരിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. കുടുംബത്തിലെ മുതിർന്നവരോട് ചോദിച്ചു മനസ്സിലാക്കി കുലദൈവ ക്ഷേത്ര ദർശനം നടത്തണം. അവിടെ വഴിപാടുകൾ അർപ്പിക്കണം. വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. കുലദൈവത്തെ മറന്നുള്ള ഒരു കാര്യത്തിനും മുന്നോട്ട് പോകരുത്. അങ്ങനെ കുലദൈവത്തെ മറന്ന് നമ്മൾ പോകുകയാണ് എങ്കിൽ നമുക്കൊരു ഉയർച്ചയും ജീവിതത്തിൽ വന്നു ചേരില്ല. നമ്മൾ എത്ര വഴിപാടുകൾ ചെയ്താലും, എത്ര ദൈവത്തെ വിളിച്ചാലും, ഏതൊക്കെ ക്ഷേത്രത്തിൽ നമ്മൾ പോയി പ്രാർത്ഥന നടത്തിയാലും കുലദൈവത്തെ മറന്നുള്ള ഒരു കാര്യത്തിനും നമ്മൾ നിൽക്കാതിരിക്കുക. തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഫെബ്രുവരി മാസം വളരെ അനുകൂലമാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇവർക്ക് ലോട്ടറി അടിക്കുവാനുള്ള ചാൻസ് കൂടുതൽ ആണ് എന്ന്. ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് ധനം സമ്പാദിക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും. അത് ഉറപ്പുള്ള കാര്യമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച സങ്കടങ്ങൾക്കൊക്കെ ഒരു അറുതി വന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെത്തും. ഇനി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഇവരെ കൊണ്ട് കഴിയും. ഏപ്രിൽ മാസത്തിനു ശേഷം ഈ നക്ഷത്രജാതകർക്ക് വരാനിരിക്കുന്നത് വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ്. ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകും. അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, ഈ നക്ഷത്രജാതകർക്ക് ഇനി ഒരുപാട് ഭാഗ്യമാണ് എന്ന്. ആശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ഇവരുടെ മനസ്സിൽ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇവർക്കിനി നടന്നു കിട്ടും. അതാണ് പറഞ്ഞത്, ഇവർ ആശിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്ക് ലഭ്യമാകും. ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണാനും ഇവർക്ക് സാധിക്കുന്നു. അതിലൂടെ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ ഇവർക്ക് കഴിയും. സാമ്പത്തിക ഞെരുക്കമൊക്കെ ഉണ്ടെങ്കിൽ ആ സാമ്പത്തിക ഞെരുക്കമൊക്കെ ഇനി അങ്ങോട്ട് മാറുകയാണ്. ഒത്തിരി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ ഇനി എത്തും. 2024 ഫെബ്രുവരി മാസം ഇതിനൊരു തുടക്കമാണ്. സാമ്പത്തികമായി ഉയർച്ച വന്നു ചേരും. ശത്രുക്കൾ പോലും അനുനയത്തോടുകൂടി നിങ്ങളോട് അടുത്തു കൂടുന്ന ഒരു സമയമായിരിക്കും ഈ ഫെബ്രുവരി മാസം. ശത്രുക്കൾ പോലും അനുനയത്തോടുകൂടി അടുത്തു കൂടുന്ന സമയമായിരിക്കും. ഇനി ഇവർക്ക് സാമ്പത്തികമായി ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതാണ്. സമ്പത്ത് വർദ്ധിക്കും. പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിമറിച്ച് ദൈവാനുഗ്രഹത്താൽ രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ്. മാതാവുമായി അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം. തൊഴിലിടത്ത് നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പൊതുവെ ഗുണകരമായ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ നക്ഷത്രജാതകർക്ക് ഫെബ്രുവരി മാസത്തിൽ ഒരു ഭാഗ്യത്തിന് വഴിയുണ്ട് എന്ന്. സാമ്പത്തിക നേട്ടം കാണുന്നു. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കരുതലോടുകൂടി വേണം. ആരുമായി പിണക്കമൊന്നും ഉണ്ടാകരുത്. ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജകൾ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഭാഗ്യത്തിലൂടെ ഒത്തിരി ഈശ്വരാധീനത്തിലൂടെ രക്ഷപ്പെടുന്ന ആ ഭാഗ്യ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രജാതകർ തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും. ലോട്ടറി ഭാഗ്യം തേടി വരും. ഫെബ്രുവരി മാസത്തിൽ ധനവാനാകാൻ കാരണം തന്നെ ഈ നക്ഷത്രജാതകർക്ക് സമയം മാറുന്നു എന്ന് തന്നെയാണ്. അശ്വതി, ഭരണി, കാർത്തിക നമുക്കറിയാം, ഏപ്രിൽ മാസത്തിൽ വ്യാഴം ഇവർക്ക് 2-ലെത്തും. അപ്പോൾ സൗഭാഗ്യമാണ്. ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച്
ഒത്തിരി നേട്ടത്തിലേക്ക് ഇവർ എത്തും. അതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യം ഇവർക്കുണ്ട്. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് വിഷമതകൾ, സങ്കടങ്ങളൊക്കെയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരുന്നത്. അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവരെത്തും. ഇവർക്ക് ഉയർച്ചയാണ്, ഒത്തിരി ഭാഗ്യമാണ്, ഒത്തിരി നേട്ടം തന്നെയാണ്. അടുത്ത ഭാഗ്യ നക്ഷത്രജാതകർ മിഥുനക്കൂറിലെ മകീരം നക്ഷത്രമാണ്. ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയമാണ്. ലോട്ടറി അടിക്കും. ഒരു വലിയ വീടൊക്കെ വയ്ക്കാൻ സാധ്യമാകും. ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വലിയ ഒരു തുക ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമായിരിക്കും. അത് വീടാകാം, ചിലപ്പോൾ ഒരു വാഹനമാകാം, അതല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസമാകാം, അതല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുന്നതിനെക്കുറിച്ചാകാം. ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് മിഥുനക്കൂറുകാർ കടന്നിരിക്കുന്നത്. മകീരം നക്ഷത്രത്തിന് ഇനി ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയമാണ്. കാനഡയിലൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് മാർച്ച് കഴിയുമ്പോൾ അതിന് സാധ്യമാകും. ഉറപ്പായ കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത ലോട്ടറി അടിക്കുന്ന നക്ഷത്രം കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രജാതകർ തന്നെയാണ്. ഭാഗ്യമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖമൊക്കെ മറന്നേക്കുക. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകേണ്ട സമയമാണ്. നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റിയെടുക്കുക. കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സമയം വളരെ മോശം തന്നെയായിരുന്നു. അതിൻ്റെ ഫലമായിരുന്നു നിങ്ങൾ ഈ അനുഭവിച്ചതൊക്കെയും. പക്ഷേ നിങ്ങൾക്കിനി സമയം നല്ലതാകുകയാണ്. വിദേശത്തു നിന്നുവരെ ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴുണ്ട്. അത്രയ്ക്കും ഭാഗ്യമാണ്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുക, അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഒത്തിരി നേട്ടമാണ്, ഒത്തിരി ഭാഗ്യമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതമൊക്കെ നടത്തി മാസം തോറും നടത്തുക, പ്രാർത്ഥനയൊക്കെ നടത്തുക. വൃശ്ചികക്കൂറിലെ അനിഴം, തൃക്കേട്ട ഈ നക്ഷത്ര ജാതകർക്കും മനസ്സിൽ ഉദ്ദേശിച്ച അക്കാര്യം നടക്കുന്ന സമയമാണ്. ഉറപ്പാണ്. പ്രാർത്ഥന നടത്തുക. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. മനസ്സിനും ശരീരത്തിനും സന്തോഷമാകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അധിക ചെലവൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലുണ്ട്. തീർത്ഥാടനമൊക്കെ നടത്താം. അതായത് തീർത്ഥാടനത്തിനൊക്കെ പോകാൻ, അല്ലെങ്കിൽ ഒരു വലിയ യാത്രയ്ക്കൊക്കെ പോകുവാനുള്ള ചാൻസ് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാനുള്ള ഒരു യോഗം നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകും. സ്വന്തം വാക്ക് സൂക്ഷിച്ചുപയോഗിക്കുക. ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളെ സംബന്ധിച്ച് ധൈര്യമായിട്ടിരിക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഇതുവരെ സമയം വളരെ മോശമായിരുന്നു. അതിൻ്റെ പല നെഗറ്റിവിറ്റീസും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഇനി പ്രശ്നങ്ങളൊക്കെ, പഴയ പ്രശ്നങ്ങളൊക്കെ മറന്നേക്കുക. മുന്നോട്ട് കുതിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി നിൽക്കുക. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. മീനക്കൂറിലെ ഉത്രട്ടാതി, രേവതി ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഗണപതി ക്ഷേത്രത്തിലൊക്കെ ഇവർ പോകണം. ഗണപതി ക്ഷേത്രത്തിൽ കഴിയുമെങ്കിൽ മാസം തോറും ഒന്ന് പോയി ഗണപതി ഹോമം നടത്തിയതിന് ശേഷം ഗണപതിക്ക് ഒരു തേങ്ങയൊക്കെ ഉടച്ച് ഏത്തമിട്ട് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും മീനക്കൂറിലെ ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രജാതകർ എത്തും. നിങ്ങളെ സംബന്ധിച്ച് നല്ല സമയമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ എല്ലാ സങ്കടങ്ങളും മാറുകയാണ്. ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും. നിങ്ങളുടെ ജീവിതം മാറിമറിയും. അപ്പോൾ പറഞ്ഞു വന്നത് ഈ നക്ഷത്രജാതകർക്കൊക്കെ അനുകൂലമായ സമയമാണ് എന്നാണ്. ലോട്ടറി ഭാഗ്യം വരെ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ പോവുകയാണ്. അപ്പോൾ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുക. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, രക്ഷപ്പെടേണ്ട സമയമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.